ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം. ഇന്ന് ഞാൻ നിൽക്കുന്നത് പനച്ചിവിള എന്ന് പറയുന്ന പാരിപ്പള്ളിയിലുള്ളൊരു ക്ഷേത്രത്തിലാണ്. ഇവിടെ വരാനുണ്ടായ റീസൺ ഇവിടുത്തെ കുറച്ച് കുട്ടികൾ കൂടെ ചേർന്നിട്ട് ഒരു ഡിവോഷണൽ സിനിമാറ്റിക് ഡാൻസ് സ്വന്തമായിട്ട് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് വിളിച്ച് പറയുന്നുണ്ട്, ചേട്ടാ ഞങ്ങൾക്ക് അവിടെ പരിപാടിയുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ പരിപാടിയുണ്ട്, ചേട്ടൻ ഒന്ന് കാണാൻ വരണേ, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു വീഡിയോ ചെയ്ത് തരണേ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് പലപ്പോഴും വരാൻ പറ്റിയില്ല. ഇന്ന് നമുക്ക് കുറച്ച് സമയം കിട്ടിയപ്പോഴത്തേക്ക് കൊച്ചുങ്ങൾ വിളിച്ച് പറഞ്ഞു ഞങ്ങളെ പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് കാണാൻ വരണേ എന്നും പറയുന്നത് കൊണ്ടാണ്. അപ്പോൾ ഞാനും വിചാരിച്ചു പിള്ളേർ ഇങ്ങനെയൊക്കെ ഒരു ആഗ്രഹം പറയുമ്പോൾ നമ്മളങ്ങ് ചെയ്ത് കൊടുക്കണ്ടായോ. ഓണപരിപാടിക്ക് വീടിൻ്റെ അടുത്ത് തിരുവോണത്തിൻ്റെ അന്നാണ് നമ്മൾ ഡാൻസൊക്കെ കളിച്ച് സെറ്റ് ചെയ്ത് കളിച്ചത്. അന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇത്ര ഇതായിട്ട് വരുമെന്ന്. അപ്പോൾ നമ്മളെ ചിച്ചണ്ണൻ രാഹുൽ ആ ചേട്ടനാണ് പറഞ്ഞത് നമുക്ക് ശ്രീകൃഷ്ണ ജയന്തിക്ക് ഇതുപോലെ ഈ പനച്ചിവിള ക്ഷേത്രത്തിൽ ചെറുതായിട്ട് ഒരു ഡാൻസ് കളിക്കാം, ശ്രീകൃഷ്ണൻ്റെ ഡാൻസ് കളിക്കുക എന്നിങ്ങനെ പറഞ്ഞത്. അതിനുശേഷമാണ് നമുക്കിങ്ങനെ ഓരോരോ വേദികൾ കിട്ടിയത്. നമ്മൾ പ്രതീക്ഷിച്ച പോലും ഇല്ല ഇത്രയും ഇതിലെത്തിപ്പെടുമെന്ന്. പോലെ ഞങ്ങൾ തട്ടിക്കൂട്ടി ഒരു ഡാൻസ് അതും കളിച്ചു. അങ്ങനെ അതും കളിച്ചപ്പോൾ എല്ലാവരും ഇതുപോലെ നല്ല അഭിപ്രായങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോഴും അണ്ണൻ പറഞ്ഞു നമുക്ക് എന്താ ഒരു സ്റ്റേജ് പ്രോഗ്രാം, ഉത്സവത്തിൻ്റെ സ്റ്റേജ് പ്രോഗ്രാം ആയാലും. അപ്പോൾ ഞങ്ങൾക്കൊരു ആശങ്കയായിരുന്നു ഞങ്ങളെ കൊണ്ട് എത്രത്തോളം പറ്റും എന്നുള്ളത്. അപ്പോൾ ഞങ്ങളെ ദേശം വടക്കേമുക്കാണ്. അപ്പോൾ ഞങ്ങൾ വടക്കേമുക്കിലുള്ള പരമാവധി കുട്ടികളെ ഉൾപ്പെടുത്തി കളിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ പരമാവധി കുട്ടികൾ ഞങ്ങളെ ഏരിയയിലുള്ള പരമാവധി കുട്ടികളെ ഉൾപ്പെടുത്തി കുട്ടികൾ മാത്രമല്ല അമ്മമാരും കൂടെ ചേർന്ന് ആണ് ഒരുപാട് പ്രോഗ്രാം ഞങ്ങൾ കളിച്ചത്. അങ്ങനെ അപ്പം ഈ വേദി വരെ എത്തിയത് ഞങ്ങളെ നാട്ടുകാരായാലും അല്ലെങ്കിൽ വീട്ടുകാരുടെ സപ്പോർട്ട് കൊണ്ടാണ്. പിന്നെ ഞങ്ങൾ പഠിച്ചതെന്ന് പറയാൻ യൂട്യൂബ് ആയിരുന്നു. അല്ല ഞങ്ങൾക്ക് പഠിപ്പിച്ചാൽ അധ്യാപകരാരും ഇല്ലായിരുന്നു. അപ്പോൾ യൂട്യൂബ് നോക്കിയാണ് ഞങ്ങൾ 2-3 പേര് ഓരോ ഗ്രൂപ്പായിട്ട് പഠിപ്പിച്ച് ഇത്ര എത്തിയത്. അമ്മമാരെയായാലും അങ്ങനെ തന്നെയാണ്. അതിൽ പുറത്തുനിന്ന് ട്രെയിൻ ചെയ്യാനായിട്ട് ആരും ഇല്ലായിരുന്നു. ആദ്യമേ നമ്മൾ അതിന് ചെവി കൊണ്ടില്ല. എന്നിട്ട് നമ്മൾ വിചാരിച്ചെങ്കിൽ പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ചപ്പം കൊള്ളാം, കൊച്ചുങ്ങൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് ആവുമല്ലോ എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ചുമ്മാ നമ്മൾ ഓണത്തിന് ഒരു കുറച്ച് പേരൊക്കെ ചേർന്ന് നമ്മൾ ചെറുതായിട്ടൊരു പരിപാടിയാണ് തട്ടിക്കൂട്ടിയത്. ഇവിടെ ആദ്യമേ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് നിന്നത് ഞങ്ങളെ വടക്കേമുക്കിൻ്റെ അഭിമാനമായ ചിച്ചുവാണ്. അപ്പോഴും ചിച്ചുവാണ് എല്ലാത്തിനും സപ്പോർട്ട് തന്നത്. പിന്നെ അവിടുത്തെ പരിസരവാസികൾ യുവജനങ്ങളുണ്ടല്ലോ, അവർ നല്ല രീതിയിലുള്ള സപ്പോർട്ട് തന്നു. പിന്നെ ഞങ്ങളെ ഭർത്താക്കന്മാർ അവരാണ് എന്ത് കാര്യത്തിനും ഞങ്ങളോട് മുന്നിട്ട് ഇറങ്ങാനായിട്ട് പറയുന്നത്. ആദ്യമേ നമുക്ക് സ്പോൺസർമാരൊന്നും ഇല്ലായിരുന്നു. നമ്മൾ തന്നെ സ്വന്തമായിട്ട് പൈസ ഇട്ട് ചെറിയ രീതിയിൽ തുടങ്ങിയതാണ്. പിന്നെ നമുക്ക് ഇത് കണ്ട് കുറേ പേർക്ക് ഇഷ്ടമായി. അങ്ങനെ ഇങ്ങോട്ട് വന്ന് ചോദിച്ച് അങ്ങനെ സ്പോൺസർമാരായി. അങ്ങനെ നമ്മൾ പല അമ്പലങ്ങളിലും തുടങ്ങി. കുറച്ച് പേർക്കൊക്കെ ഈ സമയമൊക്കെ കണ്ടെത്താനായിട്ട് ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഇതൊരു സീരിയസ് ആയി വന്നപ്പം എല്ലാവർക്കും ഉത്സാഹമായി. ഇപ്പോഴത്തെ ഈ ലൈഫ് സ്റ്റൈലിൽ കൊച്ചുങ്ങൾക്കൊക്കെ ഇത് ഈ വൈകിട്ട് ഒരു ഒത്തുകൂടുതൽ അമ്മമാർക്കായാലും അതൊരു ഉല്ലാസമായ ഒരു യാത്ര പോലെയാണ്. നമുക്കെന്ന് വെച്ചാൽ നിർത്താൻ തോന്നില്ല. നമുക്കിങ്ങനെ ഡെയിലി ഇങ്ങനെ ചെയ്യണം വീണ്ടും അങ്ങനെ ഒരു പ്രേരണയാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഇവരുടെ ഈ ഒരു ടീമിൽ ഒരു സംസ്ഥാന കലോത്സവ വേദിയിൽ പോയി A ഗ്രേഡ് മേടിച്ചൊരു കക്ഷി കൂടെ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. മോളെങ്ങനെയായിരുന്നു ഈ ടീമിന്റെ കൂടെ തുടക്കം തൊട്ടേ മോളുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഓണപരിപാടിക്ക് ഡാൻസിനും ഒക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് തൊട്ട് ഇപ്പോഴും ഉണ്ട്. ഇവർക്ക് മോളുടെ കയ്യിൽ നിന്ന് എന്തൊക്കെ ഗൈഡൻസ് കൊടുക്കാറുണ്ട്? അല്ല ഡാൻസ് ഒക്കെ കളിക്കുമ്പോൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. കലാപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇഷ്ടം എന്താണ്? ഡാൻസ് തന്നെയാണ്. അപ്പം ഉടനെ ഒരു കലാതിലകം എടുക്കണമെന്നുണ്ട്. പഠിച്ചിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ ഭരതനാട്യം ഒന്നും പറ്റത്തില്ല. അങ്ങനെ പറ്റത്തില്ല. നമസ്കാരം. അപ്പോൾ ഞങ്ങൾ ഈ പ്രോഗ്രാം ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങൾ തിരുവോണത്തിനായിരുന്നു. അപ്പോൾ തിരുവോണത്തിനെന്ന് പറയുന്നത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാര്യം ഇത്രയും ഈ വേദിയിൽ എത്തിച്ചേരുന്നത് ഞങ്ങൾ ഒന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് കുട്ടികൾ മാത്രം ചേർന്ന് ഒരു ചെറിയൊരു പ്രോഗ്രാമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അപ്പം അന്ന് ആ കളിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ തൊട്ടടുത്തുള്ള ആൾക്കാരുടെ അഭിപ്രായമായാലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നുള്ള അഭിപ്രായമായാലും എല്ലാം കൊണ്ട് നമ്മുടെ മനസ്സിലൊരു ഇൻസ്പിറേഷൻ ഉണ്ടായി. നമ്മുടെ പിള്ളേരെല്ലാം ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന രാഹുൽ ചിച്ചു എന്ന് പറയുന്ന കക്ഷിയാണ് നമ്മളോട് ഇപ്പോൾ ഉള്ളത്. കാരണം ഇദ്ദേഹമാണ് ഈ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഇത്രയും സപ്പോർട്ട് ചെയ്ത് കൊടുത്തതെന്നാണ് അവർ ഓരോരുത്തരും പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരനോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം. ഞങ്ങളൊരു ഓണപരിപാടി അവിടുത്തെ ചേട്ടന്മാരും ഞാനും എല്ലാവരും കൂടെ ചേർന്നൊരു ഓണപരിപാടി ചെറുതായിട്ട് തട്ടിക്കൂട്ടിയിരുന്നു. ഇനി വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അവസാനം കൊച്ചുങ്ങളുടെ ചെറിയൊരു ഡാൻസ്, ഇതിനകത്ത് തന്നെ 7-8 കൊച്ചുങ്ങൾ ചേർന്നിട്ട് ചെറിയൊരു ഡാൻസ് പോലെ അവിടെ വെളിയിൽ നിന്ന് തന്നെ പുറത്ത് നിന്ന് തന്നെ ചെയ്ത്. അപ്പം ചെയ്തപ്പം അവിടെ നിന്ന് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഈ പറയുന്ന